കേരള രാഷ്ട്രീയത്തിന്റെ കണ്ണും കാതും ഇപ്പോൾ പേരാമ്പ്രയിലേക്കാണ്. ഒരു സാധാരണ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനപ്പുറം അത്യന്തം ഗൗരവകരമായ ആക്ഷേപങ്ങളും വർഗീയ വിദ്വേഷ പ്രചാരണങ്ങളും മണ്ഡലത്തെ പിടിച്ചുലയ്ക്കുന്നു. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫാത്തിമ തെഹ്ലിയക്കെതിരെ മതപരമായ ചുവയുള്ള വിവാദ അനൗൺസ്മെന്റ് നടത്തിയെന്ന ആരോപണം ഒരു രാഷ്ട്രീയ സ്ഫോടനമായി മാറിയിരിക്കുകയാണ്. കേവലം ഒരു ആരോപണം എന്നതിലുപരി അനൗൺസ്മെന്റ് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പരും മൈക്ക് പെർമിഷൻ എടുത്ത രേഖകളും സഹിതം UDF രംഗത്തെത്തിയോടെ CPM പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇതൊരു വ്യക്തിയുടെ ഒറ്റപ്പെട്ട പ്രവൃത്തിയല്ലെന്നും നടുവണ്ണൂരിലെ സ്റ്റുഡിയോയിൽ വെച്ച് കൃത്യമായ തിരക്കഥയോടെ റെക്കോർഡ് ചെയ്ത വിദ്വേഷ പ്രചാരണമാണെന്നും ഫാത്തിമ തെഹ്ലിയ വ്യക്തമാക്കുന്നു. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിന് സമാനമായ എന്നാൽ അതിനേക്കാൾ അപകടകരമായ രീതിയിലുള്ള വർഗീയ കാർഡാണ് ഇടതുപക്ഷം പേരാമ്പ്രയിൽ ഇറക്കുന്നതെന്നാണ് UDFന്റെ ആക്ഷേപം. വാഹനം തങ്ങളുടേതല്ലെന്ന് പറഞ്ഞ് LDF കൈയൊഴിയുമ്പോഴും ഔദ്യോഗികമായ പരാതി നൽകാൻ തയ്യാറാകാത്ത CPM നിലപാട് സംശയത്തിന്റെ നിഴലിലാണ്. പേരാമ്പ്രയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ വിവാദത്തിന് മാനങ്ങൾ ഏറെയാണ്. 1980 മുതൽ ചുവപ്പ് കോട്ടയായി ഉറച്ചു നിൽക്കുന്ന പേരാമ്പ്രയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TP രാമകൃഷ്ണൻ 22,592 വോട്ടിന്റെ വമ്പിച്ച ഭൂരിപക്ഷമാണ് നേടിയത്. എന്നാൽ ഈ ആധിപത്യത്തിന് വിള്ളലേൽക്കുന്ന കാഴ്ചയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നാലെ വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും കണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് മണ്ഡലത്തിൽ ലഭിച്ച 19,000-ലധികം വോട്ടിന്റെ ലീഡ് CPMനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. തുടർന്ന് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 10-ൽ 6 പഞ്ചായത്തുകളും പിടിച്ചെടുത്ത UDF 8,000-ലേറെ വോട്ടിന്റെ മുൻതൂക്കം നിലനിർത്തുന്നുമുണ്ട്. ഈ രാഷ്ട്രീയ മാറ്റം തിരിച്ചറിഞ്ഞുള്ള തന്ത്രമാണോ ഇപ്പോഴത്തെ വിദ്വേഷ പ്രചാരണമെന്ന് UDF ചോദിക്കുന്നത്. പോലീസിന്റെ നിസ്സംഗതയ്ക്കെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് UDF ക്യാമ്പ്. കൃത്യമായ തെളിവുകൾ പുറത്തു വന്നിട്ടും കേസെടുക്കാൻ പോലീസ് മടിക്കുന്നത് രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണെന്ന് ഫാത്തിമ തെഹ്ലിയ ആരോപിക്കുന്നു. വോട്ടർമാർക്കിടയിൽ മതം പറഞ്ഞ് ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങളെ ജനങ്ങൾ തള്ളിക്കളയുമെന്നും വികസനവും രാഷ്ട്രീയവും ചർച്ചയാവേണ്ട ഇടങ്ങളിൽ ഇത്തരം തരം താഴ്ന്ന പ്രചാരണങ്ങൾ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു. പേരാമ്പ്രയിലെ വോട്ടർമാരുടെ മനസ്സ് ആർക്കൊപ്പമായിരിക്കുമെന്നത് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങളെയും ഈ വിവാദത്തിന്റെ സത്യാവസ്ഥയും ആശ്രയിച്ചിരിക്കും.